നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് ആണ് കേട്ടോ. അതുപോലെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരിപ്പം ചിന്തിക്കുന്ന കാര്യമായിട്ടുമാണ് നമ്മൾ എനർജി എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. അത്യാവശ്യമുള്ളവർ നല്ലൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. പിന്നെ ടാറോ പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്രത്തോളം കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയണം, അതൊന്ന് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യണം, ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉള്ളവർ മാത്രം പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മതി കേട്ടോ. അല്ലാത്തവർ തീർച്ചയായിട്ടും ജനറൽ റീഡിങ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. റീഡിങ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേരൊരു 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ എനർജി ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. റീഡിങ്സ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ആയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈനോട് നന്ദി പറയാനായിട്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കാര്യം, ഈ ഒരു ഇൻഫർമേഷൻ എന്നിലേക്ക് നീ എത്തിച്ച് തന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന രീതിയിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നമ്മൾ നന്ദിയുള്ളവരായാൽ മാത്രമാണ് പ്രപഞ്ചം നമ്മൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ച് തരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങൾക്കും നന്ദി പറയുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്നും നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ ഡിവൈനോട് നന്ദി പറഞ്ഞ് കടന്നു പോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുമെന്നുള്ളതിന് 100% ഉറപ്പ് ഞാൻ നൽകുന്നു. പിന്നെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടിയാണ് നിങ്ങളിലേക്ക് നൽകുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നത്. കൂടാതെ തന്നെ നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനും, അതുപോലെ നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജുകളെയും വരും വരായികളെക്കുറിച്ച് മനസ്സിലാക്കാനും, എന്തെങ്കിലും കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവാണോ, ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത് നല്ലതിനാണോ എന്നൊക്കെ തിരിച്ചറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് പോലെ തന്നെ ടാറോയെ എടുക്കാൻ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് നേർവഴി കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ വിശ്വാസം, നമ്മൾ കൊടുക്കുന്ന വിശ്വാസം, ഇത് എനിക്ക് ഓക്കെയാണ്, ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് ഇന്ന രീതിയിൽ സംഭവിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസവും കൂടി കണക്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എനർജിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ക്യൂനോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഫെമിനിയൻ എനർജിയുടെ, അത് മസ്കുലിൻ ആണെങ്കിലും ഫെമിനിയൻ ആണെങ്കിലും ഫെമിനിയൻ എനർജിയുടെ പവർഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസാണ് ക്യൂനോസോഴ്സ് എനർജി. അതായത് യാതൊരുവിധ വിട്ടുവീഴ്ചകളും ചെയ്യാതെ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതും, അതായത് നേടിയെടുക്കുക, ഒരു കമാൻഡർ എനർജിയിലിരിക്കുക, എപ്പോഴും അവരുടെ കൺട്രോളിലായിരിക്കണം അവർ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അത് ഫെമിനിയൻ ആണേലും മസ്കുലൻ ആണേലും ഫെമിനിയൻ എനർജിയുടെ ഒരു കമാൻഡർ എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുത്തുകൊണ്ട് പോകാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കാൻ, അത് കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഫൈറ്റിംഗ് പവർ നല്ല രീതിയിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ ഒരു വ്യക്തിയിൽ കാണുന്നത്. അതിനേക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ജഡ്ജ്മെൻറ്റിങ് എനർജി കൂടി ഉണ്ട് കേട്ടോ. നീതിപൂർവ്വം കാര്യങ്ങളെ കാണുകയും ചെയ്യും. അതായത് ചില സമയത്ത് ചില കാര്യങ്ങൾ അവർക്ക് ഇതാണ് ശരിയെന്ന് തോന്നിയാൽ, അവർക്ക് നീതി എന്താണോ തോന്നുന്നത് ആ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലൂടെ കടന്നു പോകും. അവർക്കിപ്പോൾ തോന്നുവാണ് നിങ്ങൾക്ക് ഇമോഷണലി ഡൗൺ ആയാൽ അവർ ചെയ്തതാണ് അവർക്ക് നീതി കറക്റ്റ് എന്ന് തോന്നിയാൽ അവരൊരിക്കലും നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ നൽകുകയില്ല. നിങ്ങളോട് അവർ യാതൊരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയില്ല
എന്നുള്ള ഒരു എനർജിയിലുള്ള വ്യക്തി കൂടിയാണ്. അതായത് വളരെയധികം സ്ട്രോങ് ആയ ഏറ്റവും പവർഫുള്ളായ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയും കൂടി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയുള്ള വ്യക്തിയുടെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ഇമോഷൻസിനേക്കാൾ വാല്യൂ കൊടുക്കുന്ന മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിലേക്കാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അവരാഗ്രഹിക്കുന്ന കാര്യത്തെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കും. അവരങ്ങോട്ടേക്ക് പോവുകയില്ല. അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പവർ എനർജി കൂടി ഈ ഒരു വ്യക്തിയിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഫെമിനിയൻ എനർജി പ്രസൻസ് വന്നത് വളരെ ലാളിത്യമുള്ള, അതായത് അട്രാക്റ്റഡ് ആയ, മറ്റുള്ളവരെ പെട്ടെന്ന് കണക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു വിൽ പവർ എനർജി കൂടി ഇവരിലുണ്ട് എന്നതാണ് ആ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ്. മസ്കുലിനിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന ലാളിത്യം അല്ലെങ്കിൽ ഒരു വാത്സല്യം, എല്ലാത്തിനോടും ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അവരിൽ. അതവർ ചിലപ്പോൾ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യാസമാണെങ്കിലും എന്തിനേയും അവർ പെട്ടെന്ന് തന്നെ ഒരു വാത്സല്യത്തോടു കൂടി, ഒരു മാതൃസ്നേഹത്തോടു കൂടി കണക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടി ഇവരിലുണ്ട്. അത് മറ്റേത് സിറ്റുവേഷൻസിലുള്ളവരും ഇവരെ പൂർണ്ണമായിട്ടും അട്രാക്റ്റഡ് ആകുന്നതിന് കാരണമാകുന്ന ഒരു എനർജി കൂടിയാണ്. നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരുടെ നൈറ്റ് തോട്ട്സിലേക്ക് പോകുമ്പം ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സ്റ്റക്നെസ് അവരിൽ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവരെ സംബന്ധിച്ച് ശരി തെറ്റുകളെ അവർക്കിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുകയാണ്. എന്താണ് ശരി, എന്താണ് ലൈഫിൽ നടക്കുന്നത്, എന്തിൽ ഫോക്കസ് ചെയ്യണം, ഒരു ബ്ലോക്കേജ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. വേറെ ബ്ലോക്കേജ് ഒന്നുമല്ല, ഇമോഷണൽ ബ്ലോക്കേജാണ് അവരിൽ സംഭവിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ള ഒരു ഫീലിങ്സ് അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊന്ന് ഓവർ തിങ്കിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കർമ്മ എനർജിയിലൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ സോൾ എനർജിക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയുടെ പ്രസൻസ് നിൽപ്പുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അവർക്ക് തോന്നിയാലും അവിടെ അവർക്ക് തെറ്റു പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ വ്യക്തി ഇപ്പം എലോൺ എനർജിയിലാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് അവരെ. അതായത് അവരുടെ ഉറക്കം കെട്ടുപോകുന്ന ഒരവസ്ഥയെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പെയിൻ എനർജി ഉണ്ട്. അതായത് ഒരാളിൽ നിന്നോ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊന്നും അല്ല ഇവർക്ക് കർമ്മയുടെ ബേസ് ചെയ്ത് ഇവർ പെയിൻ അനുഭവിക്കുന്നത്. ഒന്നിലധികം പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ വേദനയോടുകൂടി കാണേണ്ടി വരുന്ന, ചിലതവർ വിശ്വസിച്ചെടുത്തുനിന്ന് ചീറ്റിംഗ് ലഭിച്ചതായിരിക്കാം, ചിലതവർ ഇമോഷണലി കണക്റ്റ് ചെയ്യേണ്ടതിനെ കൈവിട്ട് കളഞ്ഞതായിരിക്കാം, ചിലത് അവരിൽ നിന്നുണ്ടായ ചില ബിഹേവിയർ കൊണ്ടും മറ്റുള്ളവർക്ക് സംഭവിച്ചു പോയ ഒരു വീഴ്ചയെ സംബന്ധിച്ചുള്ള പെയിൻ ആവാം. പിന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർക്ക് ശരിക്കും പൂർണ്ണത വരുത്താൻ പറ്റാതെ പോയ സിറ്റുവേഷൻസ് ഉണ്ടാവാം. മാത്രവുമല്ല അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അവരിനി മുന്നോട്ടേക്ക് പോയാലും ശരിക്കും സ്ട്രഗിളിങ് ചെയ്യണം, ഫൈറ്റിംഗ് ചെയ്യണം. അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ഒരു ഫ്യൂച്ചർ കൂടിയാണ് അവരുടേത് എന്ന ആ ഒരു തിരിച്ചറിവും കൂടി അവരെ സംബന്ധിച്ച് അവരെ പെയിൻ എനർജിയിൽ നിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു പവർ എനർജിക്ക് അപ്പുറത്തേക്ക് ആരും കാണാതെ അവർ വേദനിക്കുന്ന ഒരു എനർജി കൂടി ഉണ്ട് കേട്ടോ. അതാണ് നമ്മളിവിടെ ഇപ്പോൾ സോൾ എനർജിയിൽ നിന്നും കണക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ഹോൾഡിംഗ് എനർജി നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ, അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തി ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രഷ്യസ് ആയതും ഏറ്റവും അട്രാക്റ്റഡ് ആയതും അവർക്ക് ഏറ്റവും ആനന്ദം നൽകിയതുമായ ഒരു എനർജി നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് കണക്റ്റ് ചെയ്ത് നോക്കിയാൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാടുണ്ടായിട്ടും
നിങ്ങൾ അവർക്കൊരു സ്പെഷ്യൽ എനർജിയാണ് കേട്ടോ. അതവർ ആ ഒരു നൈറ്റ് തോട്ട്സിൽ അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു ഏകാന്തതയിൽ അവരുടെ ശരിയെയും തെറ്റിനെയും എല്ലാം മനസ്സിലാക്കുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു തോട്ട്സിലാണ് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം അവർ കൽപ്പിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഒന്നിലധികം പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളോട് അവർ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. ഇത് കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ അവരൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ടാവാം. എത്ര നിങ്ങൾ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു വാശിയോടുകൂടി ഒരു ദേഷ്യത്തോടു കൂടി നിങ്ങളോട് അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ ചിന്തകളിൽ നിങ്ങൾ അവർക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് തന്നെയായിട്ടും എല്ലാത്തിനേക്കാളും അപ്പുറം ഒരു ഭംഗിയുള്ള ഒന്നായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. കൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു എനർജിയിലേക്ക് പോകുമ്പം ഇവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയായിരുന്നു. ഒരു മോഹവലയത്തിൽപ്പെട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെന്നൊക്കെ പറയാം. എല്ലാത്തിനോടും അമിതമായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അത് ഫിനാൻസ് ആയിക്കോട്ടെ, മറ്റ് സിറ്റുവേഷൻസുകളായിക്കോട്ടെ, പേരും പ്രശസ്തി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചില നേട്ടങ്ങൾ, ചില സാധനങ്ങൾ, ചില സിറ്റുവേഷൻ ഇതൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ചായിക്കോട്ടെ, ഒരു സ്വപ്ന ഭവനം പോലും അവരെ സംബന്ധിച്ച് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവർക്കൊരു വെല്ലുവിളിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന. പാസ്റ്റിലേക്ക് നോക്കുമ്പം അവർക്ക് ഒന്നിലും എത്തിച്ചേരാൻ പറ്റാതെ പോയ നിമിഷങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ആ ഒരു ഐക്യക്കുറവിനൊക്കെ കാരണമായിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യുമ്പോഴും നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രസൻസ്, സ്നേഹം, അത് നിങ്ങൾക്ക് തിരിച്ച് തരണമെന്നവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത ആ ഒരു സാഹചര്യത്തെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ വിജയിച്ചു, നിങ്ങൾ പരാജയം സമ്മതിച്ച് മാറിക്കൊടുത്ത നിമിഷങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ തന്നെ തോറ്റ് പിന്നെയും നിങ്ങൾ തന്നെ അവരെ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നതും എല്ലാം അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം ഫൈറ്റിങ്ങുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോഴും അവർ വിജയിക്കുകയും നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ചു എന്ന രീതിയിൽ പിന്മാറുമ്പോഴും വീണ്ടും നിങ്ങൾ തന്നെ അവരെ ഫോക്കസ് ചെയ്ത് ചെല്ലുക എന്നുള്ളൊരു എനർജി അവർ ആഴത്തിൽ അറിയുന്നു. നിങ്ങൾ ആ കൊടുത്ത സ്നേഹം അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് നൽകണം, അത് നൽകേണ്ടി വരുമെന്നുള്ളതും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ മൂൺ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരാൾ മാര്യേജ്, ഒരാൾ അൺമാര്യേജ്, അല്ലെങ്കിൽ രണ്ട് വിശ്വാസങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന വ്യക്തികൾ, ഏജ് ഡിഫറൻസ്, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ചീറ്റിങ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ ഇന്ന രീതിയിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ബേസ് ചെയ്ത് അവർക്കൊരു ഭയമുണ്ട് നിങ്ങളിലേക്ക് വരിക എന്നതിനെക്കുറിച്ച്. അവരൊരു പേടിക്കുന്ന സിറ്റുവേഷൻസ്, അതായത് മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചറിനെ അവർ ആൻസൈറ്റി എനർജിയോടുകൂടി, ഉത്കണ്ഠയോടുകൂടി കാണുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് സിംഗിൾ എനർജിയിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്നത് അസാധ്യമാകുന്നു, അതായത് തടസ്സമുണ്ട് എന്നുള്ളൊരു എനർജി കാണുന്നു. അതായത് ഒരു സക്സസ്സിലെത്തിക്കണം ഈ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അവർക്കൊന്ന് വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും തടസ്സങ്ങൾ പലതും അവരിൽ ഉണ്ട്. കുറച്ചൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന, അവർ ചിന്തകളാൽ ക്രിയേറ്റ് ചെയ്യുന്ന തടസ്സങ്ങളാണ്. കുറച്ചൊക്കെ നമുക്ക് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസിലൂടെയാണ് ഇവരുടെ യാത്ര. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് അപകടകരമായി തീരുന്ന സിറ്റുവേഷൻസുകളും ഇവർക്കുണ്ടാവുന്നുണ്ട്. അപ്പം അതെല്ലാം ഇവരെ സംബന്ധിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുകയും ഭയപ്പെടുകയും വളരെയധികം വെറിയാവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ആൻസൈറ്റിയാണ്. ഒരു സക്സസ് വേണം, ഒരു പൂർണ്ണത വേണം, ഒരു സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തത്, നിങ്ങളെ നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ച പോലത്തെ അല്ലെങ്കിൽ അപമാനിച്ച പോലുള്ള സിറ്റുവേഷൻസുകളും അവരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം കൺഫ്യൂഷൻ, ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്നാലും നിങ്ങൾ അവരുടെ ഒരു പാഷനാണ് കേട്ടോ. കാരണം നിങ്ങൾ അവരെ സ്നേഹിച്ചതും നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതും എല്ലാം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട്.
ആ സമയത്തൊക്കെ ഫാസ്റ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഒന്ന് വിളിക്കോള് ചെയ്താലോ, നിങ്ങളോടൊന്ന് സന്തോഷത്തോടു കൂടി സംസാരിച്ചാലോ, നിങ്ങൾക്ക് കുറച്ച് സന്തോഷം, ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു ആഗ്രഹം സാഫല്യം എന്ന രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. മാത്രവുമല്ല അവർക്കൊരു വിശ്വാസവുമുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഈ ഒരു ബന്ധം എൻഡായി പോകില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അതുപോലെ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ തേർഡ് സിറ്റുവേഷൻസിൽ അവർ ഫോക്കസ് ചെയ്യുകയും അത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ വളരെയധികം ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇവരെ ഓവർ കൺട്രോളിങ് ചെയ്തൊരു സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ട ഒരു എനർജി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ വളരെ ആഗ്രഹത്തോടു കൂടി ഒരു ആക്ഷൻ എടുത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവരവിടെ പെട്ടുപോകുക, അതല്ലെങ്കിൽ കൺട്രോൾ എനർജിയിലായി പോവുക എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും തുടർന്ന് തന്നെ വന്നിട്ടുണ്ട്. അവർ അവസാനിച്ച പല കാര്യങ്ങളും ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എൻഡായി പോയ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കണമെന്നുള്ളൊരാഗ്രഹം, പറ്റുന്ന രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലർ നല്ല രീതിയിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് എനർജിയിലാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുക എന്നത് ഡിഫിക്കൽറ്റി ഉള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ട്. കൂടാതെ തന്നെ ചിലർ എബ്രോഡ് എനർജിയിലും ആയിരിക്കാം കേട്ടോ. അതുപോലൊരു കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യണം, അതിനൊരു തീരുമാനം എടുക്കണം, എന്താണ് ഉപേക്ഷിക്കേണ്ടത്, എന്തിനെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നുള്ള ഒരു തീരുമാനമൊക്കെ അവർ ശരിക്കും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്താണെങ്കിലും അവരുടെ ജീവിത സിറ്റുവേഷൻസിനെ ബേസ് ചെയ്താണെങ്കിലും വരും വരായികകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അവർ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കി പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ഉറച്ചു നിൽക്കുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ഹാപ്പി ഫാമിലി എനർജി ഡിഫിക്കൽറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കുടുംബ ജീവിതം, അതല്ലെങ്കിൽ ഒരു സന്തോഷം, ഇതൊക്കെ വളരെയധികം ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. കാരണം ശരിക്കും നമ്മൾ ഫേസ് ടു ഫേസ് നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് പോലെ ആ ഒരു വ്യക്തിയിൽ ഒരു മറ നിൽപ്പുണ്ട്. എന്തോ ഒരു നെഗറ്റിവിറ്റി ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി ഒളിക്കുന്നുണ്ട്, അതല്ല എങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെയോ ഒരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഫേസ് കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തൊരു ക്ലാരിറ്റി നൽകാൻ പറ്റാത്ത ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയിൽ തീർച്ചയായിട്ടും കണക്റ്റഡ് ആണ്. പക്ഷെ ആ ഒരു നെഗറ്റിവിറ്റി ഇവരെ പൂർണ്ണമായിട്ടും പൊതിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ചിന്തകളെ ആയിരിക്കാം, അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു തെറ്റ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നും അവരെ നിങ്ങൾ പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നതെന്നും ഇപ്പോഴും നിങ്ങൾ അതിനെ മാറ്റി അവരെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല എന്നതും അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്വപ്നം റിയാലിറ്റി ആവും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് അതേത് രീതിയിലായിക്കോട്ടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരും. അതവർ ഒരു എഫേർട്ട് എടുക്കേണ്ട വന്നാലും, ഇനിയിപ്പോൾ കുറച്ച് ത്യാഗം സഹിക്കേണ്ട വന്നാലും അത് ചെയ്യും എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ചില എനർജികളിലേക്കൊക്കെ നോക്കുമ്പോൾ അതൊരു ഫാമിലി എനർജി ആയിക്കോട്ടെ, സിംഗിൾ എനർജി ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, ഒരു സക്സസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ മനസ്സുരുകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളെ അവരൊന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അത് ഡിവൈൻ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറ്റബോധമുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ്, അവരുടെ സോൾ ബന്ധനത്തിലാണ്, അവരൊരു സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട്. അവരുടെ മനസ്സാക്ഷി അവരെ ശരിക്കും കുത്തി നോവിക്കുന്നുണ്ട്. അതായത് നമ്മളോട് തന്നെ നമ്മുടെ മനസ്സാക്ഷി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന അല്ലെങ്കിൽ അത്ഭുതകരമാകുന്ന ഒരു എനർജി
എനർജിയാണ്. ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആണെങ്കിലും അതിനേക്കാളും അപ്പുറം അവർ ഇമോഷണൽ പെയിൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, റീയൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഇതിനകത്ത് റീയൂണിയൻ എനർജി ഉണ്ട്. ചിലരെ സംബന്ധിച്ച് അതായത് ഫാമിലി എനർജിയിലാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു അഡ്വൈസ്, ഒരു മധ്യസ്ഥതയുടെ ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ആ ഒരു മധ്യസ്ഥതയുടെ ആവശ്യം വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും റീയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സിംഗിൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ മാര്യേജിൻ്റെ പ്രസൻസും നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ഇനി തിരിച്ചു വരിക എന്നത് ഒരു വിവാഹം എന്ന ആ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണെങ്കിലും നിങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും വളരെയധികം സ്പിരിച്വാലിറ്റിയോട് കൂടി, അതായത് ഒരു തിരിച്ചറിവോടുകൂടി വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്, കാലം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. സമയത്തിൻ്റെ ചില ബ്ലോക്കേജുകളും, അതായത് ഇപ്പോൾ കറൻറ്റ് ടൈം എന്ന് പറയുന്ന ചെറിയ രീതിയിലുള്ളൊരു മോശം സമയമാണെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ എനർജി നിങ്ങൾക്കിടയിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ടുണ്ട്. പക്ഷേ കാലം നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് ഗ്രോത്ത് വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദ സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി കൂടി നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പാസ്റ്റ് ലൈഫ് കണക്ഷൻസിലുള്ള വ്യക്തിയാണ്. അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഒന്നെങ്കിൽ ചൈൽഡ്ഹുഡ് കാലഘട്ടമാവാം, അതല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്ന ഏതൊക്കെയോ സമയങ്ങളിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾക്കും അവർക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെയും അവരുടെയും ഇമോഷൻസിൻ്റെ ഒരു ആഴം. മാത്രവുമല്ല ഇതിനകത്തൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് കൂടി ഉണ്ട് കേട്ടോ. എന്താണേലും 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ മൂൺ എനർജി എന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട്, അതായത് ഏറ്റവും സന്തോഷകരമാകുന്ന മതിമറന്ന ഇമോഷൻസ്, നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കി നല്ല ഒരു ടൈമിംഗ് സമയത്ത് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കണമെന്ന് അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ നമുക്ക് ജനുവരി മാസത്തിൻ്റെ എനർജിയും പിന്നെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും അതുപോലെ നവംബർ മാസത്തിൻ്റെ എനർജിയും നമുക്കിതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജിയും ഈ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ അസ്ട്രോളജിക്കൽ സൈൻ എനർജി എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ചിരിച്ച് കളയാൻ പറ്റുന്ന രീതിയിലാവണം. നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ സെപ്പറേഷനുകൾ. ഒരിക്കലും ഒരു സോളിനെയും നമ്മൾക്ക് ആഗ്രഹിച്ച് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. നമ്മളിലേക്ക് വരുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. സമാധാനപരമാകുന്നൊരു അന്തരീക്ഷം നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങളാണ് വരികയുള്ളൂ.